Ready? 1, 2, 3, 3. start. Welcome to our YouTube channel. Okay, അപ്പൊ വാലന്റൈൻസ് ഡേ വിഷസ് കൊടുക്കാം അല്ലേ? ഹാപ്പി വാലന്റൈൻസ് ഡേ. 1, 2, 3 സ്റ്റാർട്ട്. Happy Valentine's Day. ഇന്ന് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ ആയിട്ട് കാര്യം. ഓക്കെ, അപ്പൊ ഇന്ന് വാലന്റൈൻസ് ഡേ അപ്പൊ ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചൂരക്കറി എങ്ങനെ ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് 1 കിലോ ബീഫാണ്. ഓക്കെ സീരിയസ് ആവും. അപ്പൊ ഞാൻ പറയാം. അപ്പൊ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് ഞാൻ എങ്ങനെ ജയേഷേട്ടനെ കണ്ടുമുട്ടി, ജയേഷേട്ടൻ എന്നെ എങ്ങനെ കണ്ടുമുട്ടി, ഞങ്ങൾ എങ്ങനെ ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ എങ്ങനെയാണ് ജാരി പുറത്ത് എണീറ്റുള്ളൂ അതിന്റെ ദേഷ്യം കേട്ടോ. അങ്ങനെ ഞങ്ങൾ എങ്ങനെ മുട്ടി ശരി എങ്ങനെ ഇവിടെ വരെ എത്തി, അതാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം. എൻ്റെ അടുത്ത് കുറേ പേര് സ്റ്റോറി ഒക്കെ ഇടുമ്പം അത് ഫോട്ടോ ഒക്കെ സ്റ്റോറി ഇടത്തില്ല ഇൻസ്റ്റയില്. അപ്പൊ ചോദിക്കും ഞങ്ങളുടെ ലവ് സ്റ്റോറിനെ പറ്റി. അല്ല, ഇത് ഭയങ്കര ഇത് കേൾക്കുമ്പോൾ വളരെ കോമൺ ആണ്. പക്ഷെ അവരവരുടെ ലവ് സ്റ്റോറി അവരവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അവരവരുടെ ലവ് സ്റ്റോറി അവരവർക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിപ്പം സായിയൊക്കെ കേട്ടാൽ ചെവി പൊട്ടും. കാരണം കഥ ഇവരൊക്കെ കേട്ട് മടുത്ത കഥ, ഇത് കണ്ടും മടുത്ത കഥയാണ്. അപ്പോ എങ്ങനെയാ ചേട്ടാ കണ്ടത്? വാ തുറക്ക. ആൾക്കാർ വിചാരിക്കും ഞാൻ മാത്രമേ സംസാരിക്കൂ. ഇനി ഞാൻ ഒന്നും മിണ്ടുന്നില്ല. എനിക്ക് സംസാരിക്കാൻ അവസരം എന്താ കേടുന്ന അലക്കാതെ ഞാൻ പറയട്ടെ. നമ്മൾ കണ്ടുമുട്ടി ജഗതി വെച്ച് അനന്തപുരി ഓഡിറ്റോറിയത്തിൽ ഞാൻ നോക്കിയപ്പോ വൃത്തി എങ്ങനെ നിൽക്കുന്നത്, വായും വളർന്ന്. ഞാൻ പറയട്ടെ, ഞാൻ നോക്കിയപ്പോ തലയും ചൊറിഞ്ഞ് വായും വളർന്ന് ഒരു സൈഡ് നിൽക്കുന്നു. വേണം ഞാൻ സത്യം പറയട്ടെ. എനിക്ക് കുഴപ്പമെന്ത് തല ചൊറിയണ ചേട്ടാ? എനിക്ക് പേനുണ്ട് തലയില്, അങ്ങനെ ഞാൻ തല ആൾക്കാർ എണീറ്റ് പോകും. മര്യാദ സംസാരിക്കും. ഞാൻ സത്യം പറയട്ടെ, അങ്ങനെ വാലന്റൈൻസ് ഡേ ഡെത്ത് ആനിവേഴ്സറി അങ്ങനെ ഞാൻ പോയി പറഞ്ഞു പേരെന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ആതിര മുരളി. എന്നോട് ചോദിച്ചൊന്നുമില്ല. ഞാൻ ചോദിച്ചു ഇല്ല. കണ്ണൻ ഉണ്ടായിരുന്നു. അപ്പൊ കണ്ണനും ജയശേട്ടനും ഷിബിൻ ചേട്ടൻ നമ്മുടെ ഫ്രണ്ട്സ് ആണ് ഇവരൊക്കെ. ഇവരെല്ലാം ഞങ്ങളൊരു കല്യാണത്തിനാണ് അനന്തപുരിയിൽ പോകുന്നത്. അപ്പോൾ ഇവർ ഓർക്കസ്ട്രയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഏറ്റവും പുറകിൽ എന്തോ ഇരിക്കുമായിരുന്നു. അപ്പൊ എൻ്റെ അനിയൻ കണ്ണൻ ഇവരുടെ കൂടെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കി. അന്ന് ഞാൻ റെഡ് ഉടുപ്പായിട്ട് കാരണം ജയശേട്ടൻ ഊമയായിട്ട് അഭിനയിച്ച്. അങ്ങനെ ഊമയുള്ള കളിയാക്കുമല്ല. പക്ഷെ ജയശേട്ടൻ ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഇങ്ങനെ ആക്ഷൻ കാണിച്ചപ്പോൾ കണ്ണന് ഭയങ്കര സഹതാപം. പാവൻ ചേട്ടൻ സംസാരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സംസാരിച്ച് അപ്പൊ അങ്ങനെയാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ടില്ല അപ്പോഴ് എന്തെങ്കിലും പറ, കമന്റ് പറഞ്ഞു. പ്രത്യേകിച്ച് അങ്ങനെ സംസാരിച്ചൊന്നുമില്ല. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകാൻ പോയപ്പോഴാണ് ആദ്യം സംസാരിക്കും. നല്ല ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞ കൈ കഴുകാതെ പോവാതെ കൈ കഴുകാന്ന് പറഞ്ഞു. അങ്ങനെ ചോറ് തിന്നിട്ട് ഇങ്ങനെ മോളെ കൈ കഴുകിട്ട് പോവാം, അത് മോശമല്ലേ? അങ്ങനെ ഇവള് കൈ കഴുകാൻ വന്ന്. ചേട്ടൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെങ്കിൽ നല്ല കാര്യം പറഞ്ഞു തരുന്നത്. ചേട്ടൻ എന്താ പേര്? ഞാൻ എന്റെ പേര് അത് ഞാൻ പറഞ്ഞു മോളെ. ഞാൻ മാത്രം വ്ളോഗ്, ഇതുകൊണ്ടാണ് വ്ളോഗിൽ ഞാൻ മാത്രം സംസാരിക്കുന്നത്. ഇത് വാ തുറന്ന ഇങ്ങനെ പറയത്തുള്ളൂ. ഇത് ഒന്നാമത് ഫാൻ ഇട്ടിട്ടില്ല, പെട്ടെന്ന് പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ ജയചേട്ടൻ ഇങ്ങനെ വന്ന് ഞാൻ അങ്ങോട്ട് വേണ്ടി ചേട്ടാ, ഞാൻ പിന്നെ കുറച്ച് സോഷ്യലാണ്, ഞാൻ എല്ലാവരോടും നല്ല ഒരു അങ്ങനല്ല, ഞാൻ കുറച്ച്
മിണ്ടുന്ന ടൈപ്പാ. അപ്പൊ ഞാൻ ഹായ് ചേട്ടാ, ചേട്ടന്റെ പേരെന്താ? അപ്പൊ ഞാനങ്ങനെ ഹായ് എന്റെ പേര് ചേട്ടൻ ഫേസ്ബുക്കിലുണ്ട്. കാരണം അന്ന് ഫേസ്ബുക്ക് ഒന്ന് തരംഗമാവുന്നതേ ഉള്ളൂ. തരംഗമാണ് നമുക്കെല്ലാം. 2013 ലാസ്റ്റ്. അപ്പൊ ഫേസ്ബുക്കിലുണ്ടോ? ഉണ്ടല്ലോ. ചേട്ടൻ്റെ ബേസ് വോയിസിൽ ഉണ്ടല്ലോ. ശരി. എന്നിട്ട് അന്ന് എന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ ഷിബിൻ ചേട്ടന്റെ കാറിൽ ജയേഷേട്ടനും വന്നായിരുന്നു. ഞാനും അമ്മയും ഞങ്ങളാണ് വീട്ടിൽ കൊണ്ടാക്കിയത്. അത് നല്ല ഓർമ്മയുണ്ട് എനിക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ജയേഷേട്ടനെ പറ്റിച്ചതാ. കണ്ണൻ്റെ കയ്യിൽ നിന്ന് ജയേഷേട്ടൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ വാങ്ങിച്ചു. അന്നും മൊബൈൽ എൻ്റെ ക്ലാസ്സിൽ എനിക്ക് ഉണ്ടായിരുന്നുള്ള മൊബൈൽ അതൊരു തള്ളിയതല്ല, പ്രോഗ്രാമിലൊക്കെ പോകുന്നുണ്ട് വീട്ടിൽ നിന്ന് മൊബൈൽ വാങ്ങിച്ചു തന്നു. അപ്പോൾ വാട്സാപ്പൊക്കെ അപ്പോഴും യൂസ് ചെയ്യുന്നു. പിന്നെ ഭയങ്കര ക്രേസായിട്ട് നിൽക്കുക. അപ്പോൾ കണ്ണൻ്റെ കയ്യിൽ നിന്ന് ജയേഷേട്ടൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് മെസ്സേജ് അയക്കുക. ഞാൻ ആരാണെന്ന് പറയാതെ ചുമ്മാ പറ്റിക്കുകയാണ് കേട്ടോ. കുറെ കഴിഞ്ഞിട്ട് എന്നെ ചീത്ത വിളിച്ചില്ല. ഇല്ല. അപ്പോൾ അവിടുന്ന് എനിക്ക് സാധാരണ ജയേഷേട്ടനെ പറ്റിക്കുന്ന ഇഷ്ടമല്ല. ചീത്ത വിളി കേൾക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു ഇന്ന ആളാണെന്ന്. പിന്നെ മെസ്സേജ് അയച്ചു ട്രെയിനില് ഞങ്ങൾ കലോത്സവത്തിന് പോകാൻ നേരത്ത് അത് കോമഡി. ഇവളുടെ അച്ഛനെയാണ് പോകണ്ടോ. ഞങ്ങളുടെ ഞാൻ യൂത്ത് ഫെസ്റ്റിവലിൽ അങ്ങനെ കോഴിക്കോടാ പോകുന്നത്. കോഴിക്കോട് പോകുന്ന ഇതെന്തോന്ന് കാണിക്കുന്നത്? കോഴിക്കോട് പോകുന്നത്. അവള് നേരെ നിൽക്കേ നീ ഇങ്ങോട്ട് കയറി ഇരുന്നേ എന്നാലേ കാണുള്ളൂ. ഞങ്ങൾ കോഴിക്കോട് പോകുന്ന സമയത്ത് ഒന്നാമത് മൊബൈൽ ഞങ്ങൾ യൂസ് ചെയ്യാൻ ടീച്ചേഴ്സ് ഒന്നും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാനും ഗ്രീഷ്മ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സീനിയറും കൂടി അതല്ല മൊബൈലിൽ ഇത് ഹെഡ്സെറ്റ് വെച്ചിട്ട് പാട്ട് കേൾക്കുന്ന പോലെ ജയേഷേട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ടീച്ചേഴ്സ് ആരും ശ്രദ്ധിക്കില്ല. കാരണം ഞങ്ങൾ പാട്ട് കേൾക്കുമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് സായി അവിടെ അച്ഛനെ ഇങ്ങനെ കവന്ന് കിടന്ന് വിളിച്ച് അച്ഛാ ടീച്ചർ വന്നിട്ട് സായി മളവിക ആരെ വിളിക്കുന്നേ കുറെ ചോദ്യം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവളുടെ ഫോൺ എടുത്തോണ്ട് പോയി. എന്നിട്ട് ഒരു കുഴപ്പമില്ല. അതൊരു കഥ. അത് കഴിഞ്ഞിട്ട് ഇത് പിടിക്കുന്നത് ജയേഷേട്ടൻ ഒരു പാട്ട് പാടി. ഇത് എല്ലാവർക്കും അറിയാം. ഞാൻ മറ്റേ ടോപ്പ് സിംഗറിൽ എന്തോ വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നേ. പക്ഷെ അതല്ല ഇത് റിയൽ കഥ. എന്നെ പറയാൻ അനുവദിച്ചില്ല അവിടെ. നാദർശിക്ക ഉണ്ടല്ലോ, ആ ചേട്ടൻ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് എനിക്ക് കഥ പറയാൻ പറ്റില്ല. ശരിക്കും സംഭവം അതല്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം വന്ന് പറയുന്നത് ഇവിടെ സ്കൂളിൽ ചെന്നിട്ട് ഇവളുമാരോടാണ് പറയുന്നത്. എടീ ചേട്ടൻ എനിക്ക് മെസ്സേജ് അയച്ച്, എടീ ചേട്ടൻ എന്നോട് അങ്ങനെ പറഞ്ഞ്. ഇവളുമാർക്ക് ചെവി കേൾക്കട്ടെ, എപ്പോഴും ചേട്ടൻ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടിരിക്കും. ഞങ്ങൾക്ക് വേറൊരു സീനിയർ ഉണ്ട്, ഗോപിക എന്ന പേര്, നമ്മുടെ ഘടം ഗോപിക പറഞ്ഞു നോക്കിക്കോ ഇത് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ സെറ്റ് ആവും എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ഒരു ജാടുണ്ടല്ലോ, അങ്ങനൊന്നും ഇല്ല, ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാ. എന്നാലും ഞാൻ സ്കൂളിൽ വിട്ടുടനെ ചെന്ന് ആദ്യം മൊബൈൽ എടുത്ത് മെസ്സേജ് അയക്കുന്നത് ജയേഷേട്ടന്. ഞാൻ എപ്പോൾ മെസ്സേജ് അയച്ചാലും ജയേഷൻ റിപ്ലൈ തരും. എന്ന് വെച്ചാൽ അങ്ങനെ എന്റെ മെസ്സേജിന് വേണ്ടി കാത്തിരുന്നതാണോ? എന്റെ ഗെയിം കളിച്ചോണ്ടിരിക്കും. എന്നോട് പറഞ്ഞത് നിന്റെ മെസ്സേജിന് വേണ്ടി ഞാൻ കാത്തിരിക്കുവായിരുന്നു. ഇപ്പൊ ക്യൂട്ടും ഇല്ല, ഒരു തേങ്ങയില്ല. പറഞ്ഞിട്ടൊക്കെ മൊബൈലിൽ പാമ്പൊക്കെ കളിച്ചോണ്ടിരുന്നു. അങ്ങനെയായിരുന്നു. അയ്യോ ചൂടെടുക്കണല്ലേ. അത് കഴിഞ്ഞിട്ട് ജയേഷേട്ടൻ്റെ അടുത്തൊരു പാട്ട് പാടിത്തരാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എപ്പോഴെങ്ങാണ്ടോ പാടി റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന തെன்றൽ വന്ന് ആ പാട്ട് എനിക്ക് അയച്ചു തന്നു ഓഡിയോ. അത് കേട്ടതും എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. എനിക്കങ്ങ് പ്രേമമായി, ഭയങ്കര സ്നേഹം. അങ്ങനെ ഞാൻ ചേട്ടനോട് പറഞ്ഞില്ല. നേരെ ഞാൻ അടുത്ത എൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ പാട്ട് ഞാൻ പാടാൻ പഠിച്ചിട്ട് ഇവിടെ എല്ലാം ഇവരുടെ ഞാൻ ഇവർക്ക് പാടി കേൾപ്പിച്ച്. പിന്നെ ഗിറ്റാർ ജയേഷയുടെ ഗിറ്റാറിസ്റ്റ് ആയതുകൊണ്ട് ഗിറ്റാറിനോട് ഒരു ക്രൈസ് തോന്നി. അപ്പോൾ ഞങ്ങളുടെ ഓർക്കസ്ട്ര റൂമിൽ ഞങ്ങളുടെ ഫ്രണ്ട് ഭദ്രയുടെ ഗിറ്റാർ ഇരിപ്പുണ്ട്. അതെടുത്ത് കോഡ് പഠിച്ച് ഈ തെன்றൽ വന്ന് എന്നെ തോടും. അപ്പോൾ എനിക്ക് പ്രൊഫഷണലായിട്ട് വായിക്കുന്ന ആ ഒരു ഗ്രൂവിൽ വായിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാനിങ്ങനെ ഓരോ ഇങ്ങനെ സ്ട്രൈക്കുന്നില്ല, ഇത് പറയാം എന്തെങ്കിലും ഇങ്ങനെ അടിക്കുന്ന സ്ട്രൈക്കല്ല, അത് ഓരോ ഇൻ്റർവെല്ലിലാണ് ചെയ്യുന്നത്. ലൈക്ക് തെன்றൽ വന്ന് എന്നെ തൊടും, ആ ഡുമ്മിനൊരു കോഡ്, ആഹാസത്തം എന്ന് ഉത്തം ഇടും, അവിടെ ഒരു കോഡും. അപ്പം ഞാൻ ഈ പാട്ട് പാടി ഗിറ്റാർ എടുത്തോട്ട് വരുമ്പോൾ ഇവളുമാരെല്ലാം അവിടെ കളിയാക്കി ഞാൻ തെன்றൽ വന്ന് എന്നെ തൊടും പറയുമ്പോൾ ഇവരെല്ലാവരും ഡ്രിങ്ക് എന്ന് പറയാറുണ്ട്. ഓർമ്മയുണ്ടോ? ഇതായിരുന്നു ഞങ്ങളുടെ കഥ. അല്ല, അവിടെ വരെയാണ് ഒരു ഹാഫ് ഓഫ് ദ സ്റ്റോറി. എന്നിട്ട് ജയേഷേട്ടൻ എന്നോട് എന്നാ ഇഷ്ടം പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ എനിക്കാണോ ചേട്ടനാണോ? ജയേഷേട്ടൻ ചെങ്ങണ്ണ് വന്നു. അപ്പോഴത്തേക്ക് ചേട്ടാ എന്ത് പറ്റിയാണ്? എനിക്ക് ചെങ്ങണ്ണ് വന്നു. ഫോട്ടോ എടുത്ത് അയച്ചു തന്നെ എനിക്ക് വാട്സാപ്പിൽ, കണ്ണിൻ്റെ മാത്രം. അന്ന് ചേട്ടാ തന്നെ ഒരു ഡയലോഗ്, ഈ കണ്ണും കാണും പൊട്ടിപ്പോയേ, ഈ
കണ്ണ് പൊട്ടിപ്പോയി എന്ത് ചെയ്യും, അന്ധനായി എന്ത് ചെയ്യും? അപ്പം എന്റെ സൈക്കോളജിക്കൽ ഞാൻ ചേട്ടന്റെ ഗാന്ധാരി, ഞാൻ ചേട്ടന്റെ ഗാന്ധാരിയല്ലേ കണ്ണില്ലാത്ത ഒരു കൗരവരുടെ ഭാര്യ, ഞാൻ ചേട്ടന് ഗാന്ധാരിയാകാന്ന് പറഞ്ഞു. അവിടെയാണ് ഞങ്ങള് സെറ്റായി. അപ്പൊ ചേട്ടൻ ഇഷ്ടമെന്ന് പറഞ്ഞേട്ടോ. ഞാൻ എന്നിട്ട് ഉടനെ തന്നെ എനിക്ക് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞു. അവര് സ്കൂളിൽ ഞാൻ പറഞ്ഞപ്പോ തന്നെ മലന്നടിച്ചു വീണു. ചേട്ടാ ശരി. ഞാൻ സ്കൂളിൽ ചെന്ന് ചേച്ചിമാരോട് ഈ ഗോപികയോടൊക്കെ പറഞ്ഞപ്പോൾ ആളുമാർ പറയാം, ഓ പെണ്ണിനടെ വില അറിയാം, നിനക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരായിരുന്നു. അതൊന്നും ഇല്ല, എനിക്ക് പറയാൻ മുട്ടി നിന്ന് അതുകൊണ്ട് ഞാനെനിക്ക് പറഞ്ഞ് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇതാണ് ഞങ്ങളുടെ കഥ. ഇതാണ് ഞങ്ങൾ ഇഷ്ടപ്പെട്ട കഥ. പിന്നെ വീട്ടിൽ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു. എൻ്റെ കുഞ്ഞമ്മമാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അവർ നൈസായിട്ട് അമ്മയുടെ അടുത്ത് ഒരു പാര വെച്ച് എനിക്ക് ആരുടെ അടുത്തോ പ്രേമമുണ്ട്. പക്ഷെ അവർക്ക് ആരാണെന്ന് മാത്രം അറിയത്തില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാംസിന് അല്ല അങ്ങനല്ല, ഇത് നമ്മൾ ഈ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ ഒരുപാട് പേരോട് ഫോട്ടോ ഒക്കെ എടുക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ കുറെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഞാൻ നോക്കമ്മ, ഞാൻ എല്ലാവരുടെയും കൂടെ ഒക്കെ ഫോട്ടോ എടുക്കല്ലേ, ഇനി ഇതൊക്കെ കണ്ടിട്ട് പ്രേമമാണെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അമ്മ അങ്ങ് വിശ്വസിച്ച്. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ആകാശവാണിയിൽ എനിക്ക് റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. ആ റെക്കോർഡിംഗ് അന്ന് നമുക്ക് ഈ ഓൺലൈനിൽ റീചാർജ് ചെയ്യാൻ പറ്റത്തില്ല, ഈ മറ്റേ ആ ചൊരണ്ടി എടുക്കുന്ന കാർഡാണ്. അപ്പൊ എന്റെ ഓഫർ തീർന്നപ്പോ ഞാൻ നെറ്റ് കാർഡ് വാങ്ങിച്ചുകൊണ്ട് ചേട്ടൻ ജഗതിയിൽ അന്ന് താമസിച്ചോണ്ടിരുന്ന റൂമില്, ജഗതിന്ന് ആകാശവാണി വഴുതക്കട അവിടോട്ട് കൊണ്ടുവന്ന് എന്നിട്ട് ആ കാർഡ് എല്ലാം ഓർമ്മയുണ്ട്. കാർഡ് കൊണ്ട് തരാൻ വന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചായയും കുടിച്ചു ആകാശവാണിയുടെ ക്യാൻറ്റീനിൽ നിന്ന്. ജസ്റ്റ് ഒരു ഇയാൾക്ക് ഇതാണോ അത്ര വലിയ കാര്യം, പൈസ കൊടുത്തത് കൊച്ചടിക്കും. എന്നിട്ട് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് ഞങ്ങളെ പിടിച്ചത്. കാരണം ജയശേട്ടൻ അങ്ങോട്ട് ഇറങ്ങി, ഇത് ഗേറ്റ്, ചേട്ടൻ അങ്ങോട്ട് ഇറങ്ങിയത് എന്റെ അച്ഛൻ ഇങ്ങോട്ട് കയറി വന്നത് ഒരുപോലെ ഇരുന്നു. എന്നിട്ട് എന്നെ അവിടെ നിർത്തിയിട്ട് അങ്കളെ ഞാനിവിടെ റെക്കോർഡിങ്ങിന് വന്നേ അങ്ങനെ എന്തെങ്കിലും പറയണ്ടേ, ജയശേട്ടൻ വെപ്രാളത്തിന് അങ്ങ് പോയി. അപ്പോഴേ അച്ചാച്ചന് ഡൗട്ട് അടിച്ച്, കാരണം ഓൾറെഡി ഇവിടെ ഞങ്ങളുടെ അപ്പച്ചിമാരൊക്കെ ചെറിയൊരു സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ചാച്ചന് ഡൗട്ട് അടിച്ച് നേരെ അമ്മയോടാ പറയണേ. അമ്മ എന്ത് ചെയ്ത്, പിറ്റേ ദിവസം രാവിലെ ഞാൻ ഉറക്കം എണീറ്റ് ഞാൻ കണ്ണന്റെ റൂമിലോട്ട് പോയി, ഞാനവിടെ കിടക്കും. അപ്പൊ ഉറക്കം എണീറ്റ് വന്നു അമ്മ, ജയേഷ് എന്തിനാടി ആകാശവാണിയിൽ വന്നത് എന്നൊരു ചോദ്യം. ഞാൻ പറഞ്ഞു അത് ഞാൻ ഇങ്ങനെ കിടന്ന് പപ്പ പേടിച്ചു. അപ്പൊ കണ്ണൻ ഓൾറെഡി അറിയാമായിരുന്നു. അപ്പൊ കണ്ണൻ പറഞ്ഞു നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പറ. സത്യം പറഞ്ഞാൽ കണ്ണന്റെ ആ ഒറ്റ വാക്കിലാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത്, നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പറയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ് ഞാൻ എന്നിട്ടും പറയുന്നില്ല. എന്നിട്ട് അമ്മ വെച്ചാൽ അവന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എന്നിട്ട് ഒന്നും അറിയാത്ത ഞാൻ അത് അച്ഛനുണ്ട് അമ്മയുണ്ട് ചേട്ടനുണ്ട് എന്നൊക്കെയൊക്കെ പറഞ്ഞു. അന്ന് അച്ഛൻ ഇല്ല കേട്ടോ, അച്ഛൻ മരിച്ചായിരുന്നു ആ സമയത്ത്. ചേട്ടനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് വീട്ടിൽ പൊക്കുന്നത്. പക്ഷെ അമ്മ അപ്പോഴത്തെ എനിക്ക് അറിയായിരുന്നു, ഒന്നെങ്കിൽ സമ്മതിക്കും, 50-50 ആയിരുന്നു എൻ്റെ മനസ്സിൽ. കാരണം അവരും ലവ് മാരേജ് ആയതുകൊണ്ട് ഞങ്ങളുടെ ലവ് സമ്മതിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ അച്ചാച്ചന് ജയശേഖരനെ നേരത്തെ അറിയാം, അവർ ഒരുമിച്ച് ചെന്നൈയിലൊക്കെ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട് പ്രോഗ്രാമിന് പോയിട്ട്, ഷൂട്ടിനൊക്കെ പോയപ്പോൾ. അപ്പോൾ അമ്മ പറഞ്ഞു നല്ല പയ്യനാ, പഠിച്ചോ, ഇപ്പൊ പഠിക്കും, പിന്നെ കെട്ടിച്ചേരാന്ന് പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ഞാൻ പെട്ടെന്ന് അമ്മ താഴോട്ട് പോയി ജയശേഖരനെ വിളിച്ചു, ചേട്ടാ അമ്മയൊക്കെ സമ്മതിച്ച് ജയശേഖരന് അപ്പോഴും വിശ്വാസമില്ല അല്ലേ, ഓർമ്മയുണ്ടോ അത് വിളിച്ചതൊക്കെ? പേടിച്ച് എന്നെ വിളിച്ചപ്പോ ഫോൺ ആദ്യം തവണ വിളിച്ചോ ഞാൻ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു. വീട്ടിലറിഞ്ഞു അവരെ ഇപ്പൊ വിളിക്കും, ഫോൺ എടുക്കണേ. പിന്നെ ഞാൻ എടുക്കും, ധൈര്യത്തോടെ ഇരുന്നിട്ട് വിളിച്ചപ്പോ എനിക്ക് പറയില്ല, ഞാൻ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും എനിക്ക് വയ്യ, ഓടി 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 താഴ്ന്നു. പിന്നെയും വിളിച്ചോണ്ടിരുന്നു. ഞാൻ ഫോൺ എടുത്ത് അങ്ങനെ ചോദിച്ചു ഹലോ ജയേഷാണോ, അല്ല അങ്ങനെ പേടിച്ച് വെച്ച് വീണ്ടും വിളിച്ച് അങ്ങനെയൊക്കെ എടുത്ത് സംസാരിച്ചു. അപ്പം അവിടെ തുടങ്ങി ഇവിടെ വന്ന് തൊട്ടിലി കിടക്കുന്നത് അവിടെ വരെ എത്തി കഥ. കല്യാണത്തിന് പാടിയില്ലേ അതൊക്കെ ഒരു കോമഡിയാണ് ശരിക്കും. അതൊരു കഥ ഞാൻ പറഞ്ഞുതരാമേ. കല്യാണം കഴിഞ്ഞിട്ട് റിസപ്ഷന്റെ ഡ്രസ്സ് മാറാൻ ഞാൻ പാർലറിലാണ് പോയത്. അപ്പൊ തിരിച്ചു വരാൻ വൈകി. ജയശോടെ ഒറ്റയ്ക്ക് അവിടെ നിന്ന് പോസ്റ്റ് അടിക്കുക. ഗസ്റ്റുകളൊക്കെ വരുന്ന പെണ്ണില്ല, ചെറുക്കൻ മാത്രം നിൽക്കുന്നു. അപ്പൊ എന്നെ അവിടെ നിന്ന് അമ്മ അച്ഛനൊക്കെ വിളിച്ച് വഴക്ക്. അപ്പൊ എനിക്ക് വഴക്ക് കേൾക്കാണെങ്കിൽ നേരെ ഇവളുടെ നീതും ഉണ്ടാവുന്നത്, ഇവളുടെ കയ്യിലെ ഫോൺ കൊടുത്തേ കട്ട് ചെയ്യാൻ. അപ്പൊ ഇവളുടെ അടുത്ത് വിളിച്ച വീട്ടിൽ കട്ട വഴക്ക്, അവൾ മോനെ എവിടെ പോയി കിടക്കുന്നു,
എനിക്കാണ് മൊത്തം കിട്ടിയത്. ഇവക്കാണ് മൊത്തം കിട്ടിയത്. അങ്ങനെ അവസാനം ഞാൻ വന്നപ്പം തെണ്ടൽ വന്ന് പാടിയാണ് കേറിയത്. അത് ജയശേഖരൻ സർപ്രൈസ് കൊടുത്തതാ. തെണ്ടൽ വന്ന് ഇത് നേരത്തെ പറഞ്ഞു സർപ്രൈസ് മര്യാദ ഒന്ന് പറഞ്ഞു ചേട്ടാ ഒരു സർപ്രൈസ് ഉണ്ട്, അവള് തെണ്ടിൽ വന്ന് പാടിക്കൊണ്ട് വരുമ്പോ ചേട്ടാ ഇങ്ങനെ ഓ ഓ ചേട്ടാ ഒരു സർപ്രൈസ് ഉണ്ട്, അവള് തെണ്ടിൽ വന്ന് വന്ന് പാടിക്കൊണ്ട് വരുവേ ഇങ്ങനെ ഒന്ന് പറഞ്ഞു. ഞാൻ ശരി. എന്തായാലും ഞാൻ സർപ്രൈസ് ആണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഞങ്ങളിങ്ങനെ ഞാൻ നടുക്കൂടെ ഇങ്ങനെ സ്റ്റേജിന്റെ ഓഡിയൻസിന്റെ ഇടയിലൂടെ കയറി സ്റ്റേജിലോട്ട് പോകുന്നു. എന്നിട്ട് ഞാൻ കരഞ്ഞായിരുന്നു. സത്യത്തിൽ ഞാൻ കരഞ്ഞത് എന്തുവാ, അമ്മ തള്ളങ്ങി വിളിച്ചു ഞാൻ പറയട്ടെ. ശരിക്കും ഞാനിങ്ങനെ നമ്മുടെ ആ ഫീൽ എന്തോ ഇത്രയും നാള് സ്നേഹിച്ച് കല്യാണം കഴിഞ്ഞു എന്നുള്ള ആ സന്തോഷത്തിലാണ് ഞാൻ കരഞ്ഞത്. പക്ഷെ അവിടെ സ്റ്റോറിയൊക്കെ മാറി. കണ്ണം മാത്രമാണ് മാറ്റിയത്. കണ്ണം പറഞ്ഞ് അമ്മയുടെ നിന്ന് വഴക്കിട്ട് ശരിക്കും കരഞ്ഞതാ. അമ്മയുടെ നിന്ന് വഴക്കിട്ടവരും അത് കരഞ്ഞോണ്ട് വന്നതെന്ന് എന്റെ ദൈവമേ. അടിയൊക്കെ കിട്ടി, അടിയൊന്നും കിട്ടിയില്ല. മണ്ട കിട്ടി, തല പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് കുത്തിയൊക്കെ വെച്ച്. ആരെങ്കിലും കല്യാണത്തിന് വഴക്ക് അമ്മ അതൊക്കെ അപ്പോഴേ മറന്നു. ഞാൻ വരാൻ വേണ്ടിയിട്ടുള്ള ധൃതിക്കാണ് അവർ വഴക്ക് ഉണ്ടാക്കിയത്. അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കഥ. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. സായി ഇത്ര നേരം സായി ഇപ്പൊ UK നിന്ന് വന്നതേ ഉള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും എൻ്റെ ഫ്രണ്ട് UK ഇവള് ഞങ്ങൾക്ക് വിസിറ്റിംഗ് വിസ എടുത്ത് തരുന്നുണ്ട്. ഞങ്ങൾ പോകും അടുത്ത വർഷം 3 പേർക്കുള്ള. പറ എന്താ പറയണ്ടേ? ഞങ്ങളുടെ പ്രേമത്തെ പറ്റി, ഞങ്ങളുടെ ഈ ഒരു ഒത്തൊരുമയെ പറ്റി. ഞാൻ പോയപ്പോ 2 പേരും ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 3 പേരുണ്ട്. അതാണ് ഒത്തൊരുമ. ഇല്ല, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു. കാരണം ഞാൻ പിന്നെ സിനിമ നടിയായി ഞാൻ അത് പിന്നെ ഞങ്ങളുടെ ബഹളം കേട്ട് ജാനി എണീറ്റേട്ടാ. ജയച്ചേട്ടാ ഒന്ന് ആട്ടി കൊടുക്കും. നീ പറ. നമ്മളുടെ സ്ക്രീൻ സ്പേസ് കിട്ടി. ആട്ടിക്ക് പുറകോട്ടിരിക്കുന്നതിന് മുഖം കാണുന്നില്ല. പറ. എന്നുവെച്ചാൽ ഞാൻ ഇവരുടെ ലവ് സ്റ്റോറി തുടങ്ങിയപ്പോൾ തൊട്ട് ഇപ്പൊ വരെ ഞാൻ സാക്ഷിയാണ്. അപ്പം അതില് ഇത്ര ഒരു ഹാപ്പി എൻഡിങ്ങിൽ എത്തിയത് എനിക്ക് ഭയങ്കര സന്തോഷം. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ഇത്രയും നാൾ പറയാത്തത് അവളിപ്പോ ഞാനല്ലേ ഇപ്പൊ കിട്ടില്ല ഇത്രയും കാണു ഇതൊക്കെ കണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കഥ. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വാലന്റൈൻസ് ഡേ ശരി ആര് ചോദിച്ചത് ഞാൻ സ്റ്റോറി കാണിച്ചത്. ഇങ്ങനെയൊക്കെ പറയുമ്പോ അവൾക്ക് വിഷമം വരും. ഫീൽ അടിച്ചു. ഒരു 10-100 പേരെ ഒന്നും ചോദിച്ചില്ല. ഇൻസ്റ്റാഗ്രാമിൽ 2-3 പേര് അല്ലെങ്കിൽ ഏതൊക്കെയോ കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ലവ് സ്റ്റോറി പറയുക ചേച്ചിന്ന്. ഇനിയിപ്പോൾ ആരും ചോദിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയും. അത് നമ്മുടെ ഒരു ഇതല്ലേ, കിടക്കട്ടെ. ജാനി വലുതാകുമ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് കാണാലോ, സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ ലവ് സ്റ്റോറി. നിന്റെ കൊച്ചിനെ കാണിച്ചു കൊടുക്കണം. ഇതിന്റെ അമ്മ സൈഡില് ഭയങ്കരപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്ത വാലന്റൈൻസ് ഡേയിൽ നമുക്ക് സായി ബാലവികയുടെ ലവ് സ്റ്റോറി കേൾക്കാം. അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. നാളുണ്ടോ നിനക്ക് ഇത്തിരിയെങ്കിലും? പ്രേമിക്കൂ, കല്യാണം കഴിക്കൂ, ജീവിക്കൂ, കൊച്ചിനെ വളർത്തൂ, കഷ്ടപ്പെടൂ, ഉറക്കമില്ലാത്ത ഡാർക്ക് സർക്കിൾസ് വരൂ. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വീഡിയോ കാണണം, എല്ലാവർക്കും അയച്ചും കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൺ ഇങ്ങനെയാ. ടാറ്റ.